മൃഗസ്നേഹികൾക്ക് സുപ്രീം കോടതിയുടെ വലിയ പരിഹാസം നേരിടേണ്ടി വന്നു. കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി ബാക്കിയുള്ള പോംവഴി എന്നതാണ് സുപ്രീം കോടതിയുടെ പരാമർശം. തെരുവ് നായയ്ക്ക് രാവിലെ ഏത് മൂടാണെന്ന് എങ്ങനെ അറിയാമെന്നും ചോദ്യമുണ്ട്. കപിൽ സിബലിന്റെ വാദത്തിന് ഇടയിലാണ് കോടതിയുടെ നിരവധി ചോദ്യങ്ങൾ. ബി ബാലഗോപാലിന്റെ തെരുവുനായ പേടിയിലാണ് കേരളമാകെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഈ പ്രതിസന്ധി. അതിന് ഒരു തരത്തിലുള്ള അയവും ഉണ്ടാകുന്നില്ല. തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാഥമികമായ ഉത്തരവാദിത്വം പോലും പാലിക്കുന്നില്ല, നടപ്പാക്കുന്നില്ല. അതിനിടയിൽ സുപ്രീം കോടതി എത്രത്തോളം ഗൗരവത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നു, പരിഹസിക്കുന്നു. മൃഗസ്നേഹികളുടെ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ ഈ തെരുവുനായ കേസുമായി ബന്ധപ്പെട്ട വാദം നടത്തുന്നതിനിടയിലാണ് സുപ്രീം കോടതി ഈ തെരുവ് നായികൾക്ക് ഇനി നൽകാനുള്ളത് കൗൺസിലിംഗ് മാത്രമാണോ എന്ന കാര്യത്തിൽ ഒരു പരിഹാസം നിറഞ്ഞ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത്. കാരണം ഈ മൃഗസ്നേഹികൾക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ഈ തെരുവ് നായികളെ, അക്രമകാരികളായ തെരുവ് നായികളെ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരണം നടത്തി അവയെ സുരക്ഷിതമായി അതേ സ്ഥലങ്ങളിൽ എവിടെ നിന്നാണോ പിടിച്ചത് അവിടെ തന്നെ കൊണ്ടാക്കിയാൽ പിന്നീട് അവ അക്രമങ്ങളും മറ്റും നടത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എങ്കിൽ കൗൺസിലിംഗ് കൂടി നൽകി അവയെ മടക്കി വിട്ടൂടെ എന്നുള്ള ഒരു പരാമർശമായിരുന്നു ഈ ബെഞ്ചിൽ അംഗമായിരുന്ന ജസ്റ്റിസ് സന്ദീപ് മേത്ത നടത്തിയത്. ഇതിനു പുറമെ ഈ ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് വിക്രംനാഥ് ഏത് തെരുവ് നായിക്ക് ഏത് ദിവസം ഏത് മൂഡാണ് എന്ന് ആർക്ക് പറയാൻ വേണ്ടി കഴിയുമെന്ന ഒരു പരാമർശവും നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വളരെ വിശദമായി തന്നെ ഈ മൃഗസ്നേഹികളുടെ വാദം കോടതി കേട്ടിരുന്നു. അതുപോലെ തന്നെ തെരുവ് നായകളുമായി ബന്ധപ്പെട്ട തെരുവ് നായകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്ന മലയാളിയായ സാബു സ്റ്റീഫൻ ഉൾപ്പെടെയുള്ളവരുടെയും ഈ വാദവും സുപ്രീം കോടതി വിശദമായി തന്നെ കേൾക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ കേസിലെ വാദം കേൾക്കൽ ഇന്നത്തേക്ക് പൂർത്തിയായിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ പൂർത്തിയായിട്ടില്ല. നാളെയും ഈ കേസുമായി ബന്ധപ്പെട്ട വാദം കേൾക്കൽ സുപ്രീം കോടതി തുടരുന്നത്. വളരെ പ്രധാനപ്പെട്ട തീർപ്പിലേക്ക് നാളെ തന്നെ എത്താനുള്ള സാധ്യതയുണ്ടോ? നാളെ എന്തായിരിക്കും കോടതിയിൽ നടക്കുക? നാളെ ഇതിലൊരു ഉത്തരവുണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. കാരണം വളരെ വിശദമായ വാദം കേൾക്കലാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കോടതി പറഞ്ഞത് മനുഷ്യരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട ഹർജികളേക്കാൾ കൂടുതൽ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഹർജികളാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് കോടതി സരസമായി അഭിപ്രായപ്പെട്ടത്. പക്ഷേ കോടതി തന്നെ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്, എല്ലാവരുടെയും വാദം തങ്ങൾ കേൾക്കും. വിശദമായി കേട്ടതിന് ശേഷം മാത്രമേ ഈ തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കൂ എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വിശദമായ വാദം കേൾക്കുന്നതിനാൽ തന്നെ ഈ വാദം കേൾക്കുന്ന തൊട്ടു പിന്നാലെ കോടതിയുടെ ഭാഗത്ത് നിന്നൊരു ഉത്തരവുണ്ടാകാൻ സാധ്യതയില്ല. വളരെ വിശദമായ ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും സുപ്രീം കോടതി ഒരു ഉത്തരവിറക്കാൻ വേണ്ടി പോകുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ വിശദമായി ഡൽഹിയിൽ നിന്ന്. ഏതായാലും സുപ്രീം കോടതി വളരെ ഗൗരവത്തിൽ തന്നെ തെരുവുനായ വിഷയത്തിൽ ഇടപെടുന്നു. പരിഹാസം ഉൾപ്പെടെ ചോദ്യങ്ങൾ ഉൾപ്പെടെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്.